എൻ്റെ കൊല്ലത്തെ വീട്ടിലെ വിശേഷങ്ങൾ കാണാം നമുക്ക്. മുറ്റത്തെയും വീടിൻ്റെ പുറകിലത്തെ സ്ഥലത്തിലെയും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന കുറച്ച് ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ. മിക്കതും ഇലച്ചെടികളാണ്. ഓരോ വാഴയിലും ഓരോ കൊലയുണ്ട്. ഇപ്പോൾ തന്നെ ദണ്ട ഞാലിപ്പൂവൻ കൊലയാണ് ആ വെട്ടിയിട്ടേക്കുന്നത്. അതെന്ന് വെച്ചാൽ നന്നായിട്ടങ്ങ് വളഞ്ഞോന്ന് ചോദിച്ചാൽ വളഞ്ഞിട്ടില്ല, പക്ഷേ ഒരുപാട് കിളി തിന്നേക്കുന്നു. അപ്പോൾ അതിങ്ങി വെട്ടിയിട്ട് സഹിച്ചേട്ടൻ. എന്നിട്ട് ബാക്കി വാഴയിലെല്ലാം കൊലയുണ്ട്. ചിലത് ഒടിഞ്ഞു വീണ് കിടക്കുന്നു ഉണ്ടോ. എല്ലാത്തിലും ഓരോ കൊലയുണ്ട്. ഞാലിപ്പൂവനുണ്ട്, പൂവൻ വാഴയുണ്ട്, കൂമ്പില്ല. ഇത് അന്ന് കൃഷി ഓഫീസിൽ നിന്ന് തന്ന ചീനിക്കമ്പാണ് കേട്ടോ. ദണ്ട അത് കിളിച്ച് നിൽപ്പുണ്ട്. പിന്നെ ദണ്ട ഒരു വെള്ളരിക്കയുടെ ഒരു വിത്ത് അതും കിളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക നമുക്ക് കിട്ടി കേട്ടോ. പിന്നെ ദണ്ട കുമ്പളങ്ങ പിടിച്ച് കിടക്കുന്നുണ്ടോ. റംബുട്ടാൻ മരത്തിനകത്ത് കുമ്പളങ്ങ 2-3 പിടിച്ച് കിടക്കുന്നു. ഇല കാരണം കാണാൻ വയ്യ, എന്നാലും ഞങ്ങൾ കണ്ട് 3 കാ ഞങ്ങൾ കണ്ട്. പിന്നെ ചീര, പച്ചമുളക് വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് ഞാനിനി കട്ട് ചെയ്തെടുത്ത്. ചെറിയ വെണ്ടയ്ക്കകത്ത് തന്നെ നല്ല വെണ്ടയ്ക്ക പിടിച്ച്, അങ്ങനെ അത് കട്ട് ചെയ്തെടുത്ത് സൈജട എന്നും വെള്ളമൊക്കെ ഒഴിക്കും. പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് അവർ എന്നാലും കുഴപ്പമില്ല. ഇത് കപ്പയ്ക്ക. നമുക്കൊന്ന് തോരൻ വെക്കാനോ അവിയൽ വെക്കാനോ ഒന്നും എവിടെയും പോകണ്ട. ചേമ്പ് എല്ലാം പുരയിടത്തിൽ തന്നെ ഉണ്ട്. ഇത് ഞാലിപ്പൂവൻ. നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. നമ്മൾ വാഴ വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. അവർ തന്നെ കൊലയാകുമ്പം കൊലയ്ക്കുന്ന, വളമൊന്നും ഇട്ട് കൊടുക്കത്തില്ല. എല്ലാ വാഴയിലും ഓരോ കൊലയുണ്ട്. വെണ്ടയ്ക്ക, കുഞ്ഞു വെണ്ട മരത്തിനകത്ത് വെണ്ടയ്ക്ക പിടിച്ച് നിൽക്കുന്നു. ഇത് കൃഷി ഓഫീസിൽ നിന്ന് തന്ന വെണ്ടയാട്ടോ. അന്നില്ല തടവെടുത്ത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തടവെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വെണ്ടയ്ക്ക പിടിച്ച് പച്ചമുളക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് സൈജനം പിച്ചി.
ഇതൊക്കെയാണ് നമ്മുടെ മുറ്റത്തെയും പുരയിടത്തിലെയും വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഒരു വലിയ കൊലയുണ്ടായിരുന്നു, അത് നമ്മളിഞ്ഞ് വെട്ടിയെടുത്ത് കടയിലൊന്നും കൊടുത്തില്ല, നമ്മുടെ ആവശ്യത്തിനും എടുത്ത്.